ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രാഗീസ് മാത്സ് ഫോർ യു. ഇത് നമ്മുടെ ട്രിഗണോമെട്രിയുടെ ഫസ്റ്റ് എക്സസൈസ് 8.1ന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 8th ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 3 cot theta equals 4, then check whether 1 minus tan square a divided by 1 plus tan square a equals cos square a minus sin square a or not. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ഇത് LHS ആണ്, RHS ആണ്, ഈക്വൽ ആണോ എന്ന് നോക്കുക. അപ്പൊ നമുക്ക് രണ്ട് സൈഡും കാണാം, LHS കാണാം, RHS കാണാം. അപ്പൊ അതിന് ഫസ്റ്റ് നമുക്ക് നമ്മുടെ സൈഡ്സ് കണ്ടുപിടിക്കണം. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 3 cot theta is equal to 4 എന്നാണ്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് cot theta കണ്ടുപിടിക്കുക. cot theta is equal to 4 ഇവിടെ ഉണ്ട്, ഇവിടെ 3 into ആണ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഡിവിഷൻ ആവും, 4/3 കിട്ടും. അപ്പൊ നമ്മൾ നേരത്തെ പോലെ തന്നെ ട്രയാങ്കിൾ വരച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. ABC എന്ന് കൊടുക്കാം. ഇതാണ് തീറ്റ. ഓക്കെ, അപ്പൊ 4/3 കോട്ട് ആണ് തന്നിരിക്കുന്നത്. അഡ്ജസെന്റ് ബൈ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അഡ്ജസെന്റ് ബൈ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അഡ്ജസെന്റ് ഇത് എന്താ കൊടുക്കണ്ടേ? 4K. തീറ്റ ഇതാണ് നമ്മൾ എടുത്തത്. അപ്പൊ അതിന് അഡ്ജസെന്റ് 4K, ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇത് 3K കൊടുക്കാം. അപ്പൊ AC കണ്ടുപിടിക്കണം. നമ്മള് പൈത്തഗോറസ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. AC square is equal to AB square plus BC square 3K whole square എന്ന് വരും. അത് 9K square plus 16K square എന്ന് കിട്ടും. 9 plus 16 25K square. Then AC is equal to root 25 5K എന്ന് കിട്ടും. അപ്പൊ ഇത് 5K എന്ന് കിട്ടി, ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഇനി നമുക്ക് tan A കാണാം. tan A വേണം, cos A വേണം, sin A വേണം. ഇതെല്ലാം കണ്ടുവയ്ക്കുക ആദ്യം തന്നെ. അപ്പോ tan A sin A എന്ത് കിട്ടും? sin A ഈക്വൽസ് sin A എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോ ഓപ്പോസിറ്റ് 3K ഡിവൈഡഡ് ബൈ 5K ദാറ്റ് ഈസ് ഈക്വൽ ടു 3/5 വരും. cos എന്ന് പറയുന്നത് 4/5 ആയിരിക്കും അല്ലെ? കാരണം എന്താ? അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് 4/5. tan A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനും കോസും കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എവിടെ നോക്കണമെന്നില്ല. സൈൻ ബൈ കോസ് ചെയ്താൽ മതി. 3/5 ഡിവൈഡഡ് ബൈ 4/5 വരും. അപ്പൊ 5 ക്യാൻസൽ ആയി. 3/4 ആ ന്യൂമറേറ്റർ മാത്രം എടുത്താൽ മതി. സൈനും കോസും അറിയാമെങ്കിൽ tan A എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് LHS എടുക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. LHS എന്ന് പറയുന്നത് എന്താ? 1 മൈനസ് tan square A divided by 1 plus tan square A. 1 minus tan എന്താ നമുക്ക് കിട്ടിയ? 3/4. അപ്പൊ 3/4 whole square divided by 1 plus 3/4 whole square എന്ന് വരും. എന്നിട്ട് 1 minus 3 square 9, 4 square 16 divided by 1 plus 9/16. ഇത് LCM എടുത്തിട്ട് ചെയ്യാം, കോമൺ ഡിനോമിനേറ്റർ ആക്കാം. അപ്പൊ 16 minus 9 എന്താ കിട്ടാ? divided by 16 plus 9 divided by 16 25 ആണ്. 25/16 divided by ഇവിടെ 16 minus 9 എന്ന് പറയുന്നത് 7/16 കിട്ടും. ഇവിടെയാണ് 25/16 വരുന്നത്. അപ്പൊ 16 ക്യാൻസൽ ആയി. 7/25 ആണ് നമുക്ക് ഇത് കിട്ടിയത്, LHS കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ RHS കാണണം. RHS എന്താണ്? cos square A minus sin square A. cos square A എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ കിട്ടിയ? 4 അല്ലെ? അപ്പൊ 4/5 whole square minus sin square A 3/5 whole square. 4 square 16/25 minus 9/25. ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ 16 minus 9 7/25. അപ്പൊ എന്താണ്? നമുക്ക് LHS ഈക്വൽ ടു RHS എന്ന് കിട്ടി. LHS RHS ഈക്വൽ ആണ്. അടുത്തത് 9th ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറയുന്നത്? ഇൻ ട്രയാങ്കിൾ ABC റൈറ്റ് ആംഗിൾ അറ്റ് B, if tan A equals 1/√3, find the value of first one sin A cos B plus cos A sin C. Second cos A cos C minus sin A sin C.
അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താ, tan a is equal to 1/√3 ആണ്. നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. ABC ബി റൈറ്റ് ട്രയാങ്കിൾ. ഇതാണ് തീറ്റ എന്ന് വിചാരിക്കാം. ഇവിടെ ഇവിടെ എ ആണ്. അപ്പൊ എ നമുക്ക് ഇതായിട്ട് എടുക്കാം, നോ പ്രോബ്ലം. അപ്പൊ ഇത് എ ആണ്. അപ്പൊ ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. അപ്പൊ ടാൻ എക്ക് ഓപ്പോസിറ്റ് വരുന്നത് ഇതാണ്. ഇവിടെ 1k എന്ന് കൊടുക്കാം. ഓക്കെ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അപ്പൊ ഇതായിരിക്കും നമ്മുടെ √3k. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഏതാണോ കൊടുക്കുന്നത് അക്യൂട്ട് ആംഗിൾ ആയിരിക്കും അതിന് ഓപ്പോസിറ്റ് ഉള്ളത് എടുക്കുക. എന്താണ് റേഷ്യോ തന്നിരിക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക. അപ്പൊ ഇനി നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് AC ആണ്. AC² is equal to AB² പ്ലസ് BC² √3k² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3k² വരും പ്ലസ് 1k² k². അപ്പൊ 3 + 1 എന്ന് പറയുന്നത് 4k². AC² എന്ന് പറയുന്നത് 4k² വരും. AC എന്ന് പറയുന്നത് 2k എന്ന് വരും. √4k² എന്ന് പറഞ്ഞു 2k എന്ന് വന്നു. അപ്പൊ നമുക്ക് AC അതായത് ഹൈപ്പോട്ടന്യൂസ് കിട്ടിയത് 2k ആണ്. ഇനി നമുക്ക് ഇവിടെ എല്ലാം കാണണം. സൈൻ എ കാണണം, കോസ് എ കാണണം, കോസ് സി, സൈൻ സി ഒക്കെ കാണണം. അപ്പൊ ആദ്യം ഇത് കണ്ടുവയ്ക്കാം. അപ്പോ സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ എക്ക് ഓപ്പോസിറ്റ് നോക്കണം. k/2, അതായത് 1k/2k ആണ്. 1k/2k, k ക്യാൻസൽ, 1/2. അതുപോലെ കോസ് എ അഡ്ജസന്റ് ബൈ അല്ലെ, √3k/ ഹൈപ്പോട്ടന്യൂസ് ആണ് 2k എന്ന് പറഞ്ഞാൽ √3/2 കോസ് എ കിട്ടും. ഇനി നമുക്ക് ഏതാ വേണ്ടത്, സൈൻ സിയും കോസ് സിയും വേണം. സൈൻ സി, അപ്പൊ നമ്മൾ ഏതാ എടുക്കേണ്ടത്, ആംഗിൾ സി ആണ് എടുക്കേണ്ടത്. ഓക്കെ, സൈൻ സി എന്ന് പറയുമ്പോ ഓപ്പോസിറ്റ് ബൈ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് അതെന്താ വരുന്നത്, √3k ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് 2k. k ക്യാൻസൽ ആയി √3/2 കിട്ടും. ഓക്കെ, അടുത്തത് കോസ് സി എന്ന് പറയുന്നത് സിയുടെ കോസ് ആണ് എടുക്കേണ്ടത്. അപ്പൊ എന്താണ് വരുന്നത്, അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സിക്ക് അഡ്ജസന്റ് എന്ന് പറയുന്നത് ഈ സൈഡാണ്, BC/AC ആണ് വരുന്നത്. അപ്പോ 1k / 2k, k ക്യാൻസൽ ആയി 1/2. അതെല്ലാം കണ്ടുപിടിച്ചു. ഓക്കെ, ഇനിയിപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്, സൈൻ എ കോസ് സി പ്ലസ് കോസ് എ സൈൻ സി. എന്താ വരിക, സൈൻ എ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂ 1/2. ഇവിടെ ഇൻറ്റു ആണ്, 1/2 ഇൻറ്റു കോസ് സി എന്ന് പറയുന്നത് 1/2 പ്ലസ് കോസ് എ എന്ന് പറയുന്നത് √3/2 ഇൻറ്റു സൈൻ സി എന്ന് പറയുന്നത് √3/2. 1/2 ഇൻറ്റു 1/2 1/4 പ്ലസ് √3 ഇൻറ്റു √3 3/4 കിട്ടും. 1/4 പ്ലസ് 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലെ, അതായത് 4/4 1 കിട്ടും. ഇനി സെക്കൻഡ് പറയുന്നത് എന്താണ്, കോസ് എ കോസ് സി മൈനസ് സൈൻ എ സൈൻ സി. കോസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസ് എ എന്ന് പറഞ്ഞാൽ √3/2, കോസ് സി എന്ന് പറയുന്നത് 1/2 മൈനസ് സൈൻ എ 1/2, സൈൻ സി എന്ന് പറയുന്നത് √3/2. √3 into 1 √3, √3/4 minus √3/4 is equal to 0 എന്ന് കിട്ടും. അപ്പൊ ഫസ്റ്റ് 1 ഉം സെക്കൻഡ് 0 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ ആണ്. In triangle PQR, angle Q is equal to 90 degree, PR plus QR is equal to 25 and PQ is equal to 5 cm. Then find sin P, cos P, tan P. അപ്പൊ എന്തായാലും നമുക്ക് സൈഡ്സ് കണ്ടുപിടിക്കണം ട്രയാങ്കിളിന്റെ. അപ്പൊ നമുക്ക് ആദ്യം ഒരു റൈറ്റ് ആംഗിൾ അറ്റ് Q, PQR കൊടുക്കുക. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം ഏത് ആംഗിൾ ആണ് റൈറ്റ് ആംഗിൾ വരുന്നത്. അവിടെ ആംഗിൾ Q ആണ് റൈറ്റ് ആംഗിൾ തന്നിരിക്കുന്നത്. പിന്നെ നോക്കാം PQ 5 സെന്റിമീറ്റർ, ഇവിടെ സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ലെങ്ത് തന്നെയാണ്. പിന്നെ നമുക്ക് സാധാരണ നമുക്ക് 2 സൈഡ്സ് തരും അല്ലെ, എന്നിട്ടാണ് നമ്മൾ തേർഡ് സൈഡ് കണ്ടുപിടിക്കുന്നത്.
അപ്പൊ ഇവിടെ പക്ഷെ ഇതൊരു റിലേഷൻ ആണ് തന്നിരിക്കുന്നത്, പി ആർ പ്ലസ് ക്യു ആർ ഈക്വൽസ് 25 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് സൈഡ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും, ഈ രണ്ട് സൈഡ് അൺനോൺ ആണ്, അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്നിനെ എക്സ് എന്ന് കൊടുക്കാം. അപ്പൊ ക്യു ആർ നമ്മള് എക്സ് എന്ന് കൊടുത്തു. അപ്പൊ കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് പി ആർ കണ്ടുപിടിക്കാം. പി ആർ ഇസ് ഈക്വൽ ടു 25 മൈനസ് ക്യു ആർ ആണ്, അതിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ പി ആർ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 25 മൈനസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് പൈത്തഗോറസ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അപ്പൊ എന്താ വരുന്നത്? പി ആർ സ്ക്വയർ അല്ലെ, പി ആർ സ്ക്വയർ ഈക്വൽസ് പി ക്യു സ്ക്വയർ പ്ലസ് ക്യു ആർ സ്ക്വയർ ആണ്. ഓക്കെ, പി ആർ എന്താ നമുക്ക് നമ്മള് 25 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽസ് പി ക്യു എന്ന് പറയുന്നത് 5 സ്ക്വയർ ആണ്, 5 സ്ക്വയർ പ്ലസ് ക്യു ആർ എന്ന് പറയുന്നത് നമ്മള് എക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എക്സ് സ്ക്വയർ ഇത് ഐഡന്റിറ്റി വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ എന്ത് വരും? എ സ്ക്വയർ, അതായത് 25 സ്ക്വയർ മൈനസ് 2ab, 2 ഇൻറ്റു 25 ഇൻറ്റു എക്സ് മൈനസ് പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽസ് 5 സ്ക്വയർ 25 പ്ലസ് എക്സ് സ്ക്വയർ. നോക്കുക, 25 സ്ക്വയർ 625 മൈനസ് 50x പ്ലസ് ഇവിടെ ഈ എക്സ് സ്ക്വയറും ഈ എക്സ് സ്ക്വയറും ക്യാൻസൽ ആവും. ഓക്കെ, രണ്ട് സൈഡിലാണ്, അപ്പൊ സെയിം സൈൻ ആണ്, അപ്പൊ ക്യാൻസൽ ആയി പോകും. അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴും മൈനസ് ആവും, എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസൽ ആയി ഈക്വൽസ് 25 എന്ന് വരും. അപ്പൊ ഈ 50x അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ 50x 625 മൈനസ് 25 ഈക്വൽസ് 50x എന്ന് വരും. 625 മൈനസ് 25 എന്ന് പറഞ്ഞാൽ 600 ഈക്വൽസ് 50x. അപ്പോൾ x equal to 600 divided by 50, 0 cancel, 5 1 2 12. അപ്പൊ x എന്ത് കിട്ടി? 12 എന്ന് കിട്ടി. x എന്ന് പറയുന്നത് എന്താണ്? PR is equal to 12 സെന്റിമീറ്റർ എന്ന് കിട്ടും. സോറി, QR is equal to x നമ്മൾ എടുത്തത് QR ആണ്. QR is equal to 12 സെന്റിമീറ്റർ ഇടും. അപ്പൊ PR എന്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്? 25 മൈനസ് x ആണ്. 25 മൈനസ് 12 എന്ത് കിട്ടും? 25 മൈനസ് 12 എന്ന് പറഞ്ഞത് 13. PR എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എല്ലാതും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി സൈൻ പി കാണാം. സൈൻ പി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതായത് ഇവിടെ എന്താ വരുന്നത്? ഓപ്പോസിറ്റ്, പിക്ക് ഓപ്പോസിറ്റ് ക്യു ആർ ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് പി ആർ ആണ്. ക്യു ആർ ബൈ പി ആർ എന്ന് പറയുന്നത് എന്ത് കിട്ടി നമുക്ക്? പി ആർ 13 ആണ്, ക്യു ആർ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോ 12 ബൈ 13 സൈൻ പി. കോസിന്റെ എന്താ വരുന്നത്? അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസെന്റ് എന്ന് പറയുന്നത് ഇവിടെ പി ക്യു ആണ്. പി ക്യു ബൈ പി ആർ. പി ക്യു എന്ന് പറയുന്നത് എന്താണ്? 5 ബൈ പി ആർ 13. അതുപോലെ ടാൻ പി നമുക്ക് ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് ആണ്. അതല്ലെങ്കിൽ സൈൻ പി ബൈ കോസ് പി. സൈനും കോസും അറിയാമെങ്കിൽ നമുക്ക് ഇത് വെച്ച് ചെയ്താൽ മതി. അതായത് 12 ബൈ 13 ബൈ 5 ബൈ 13 വരും. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി 12 ബൈ 5 എന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്, അപ്പോഴും കിട്ടും 12 ബൈ 5 തന്നെയാണ് കിട്ടുന്നത്. Thank you for watching.